Hello students, now we are going to the proof of very countably compact metric space is second countable. First we start by taking a countably compact metric space. We can write let X be a countably compact metric space. Metric space ne nammal ezhudarullathu XD ennaanu. Appo namukku ingane start cheytha madi. Let X be a countably compact metric space. Adile metric space ezhunadinu param let XD. Appo metric space aayallo. D അതിന്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. ലെറ്റ്സ് XD be countably compact. XD be countably compact. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. Then we have to prove that it is second countable. Second countable ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? സെപ്പറബിലിറ്റി. ഇത് മെട്രിക് സ്പേസ് ആണ്. സെപ്പറബിലിറ്റി ഇംപ്ലൈസ് സെക്കൻഡ് കൗണ്ടബിലിറ്റി. സെപ്പറബിൾ എന്ന് പ്രൂവ് ചെയ്താൽ അത് സെക്കൻഡ് കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് സെക്കൻഡ് കൗണ്ടബിൾ എന്നല്ല, സെപ്പറബിൾ എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് എളുപ്പം. അതുകൊണ്ട് നമ്മൾ സെപ്പറബിൾ എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് കൗണ്ടബിലിറ്റി കിട്ടും. നമ്മൾ അതിനേക്കാൾ വലിയ കാര്യമാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. എവരി കൗണ്ടബിളി കോമ്പാക്ട് മെട്രിക് സ്പേസ് ഈസ് സെപ്പറബിൾ എന്ന് വേണമെങ്കിലും ഈ തിയറം വരാം. പക്ഷെ സെക്കൻഡ് കൗണ്ടബിലിറ്റിക്കാണ് നമുക്ക് പിന്നീട് അല്പം പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ സെക്കൻഡ് കൗണ്ടബിളി കിടക്കുന്നത്. ആക്ച്വലി എവരി കൗണ്ടബിളി കോമ്പാക്ട് മെട്രിക് സ്പേസ് ഈസ് സെപ്പറബിൾ ആൻഡ് ഹെൻസ് സെക്കൻഡ് കൗണ്ടബിൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. പ്രൂവ് ദാറ്റ് എവരി കൗണ്ടബിളി കോമ്പാക്ട് മെട്രിക് സ്പേസ് ഈസ് സെപ്പറബിൾ. അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് we prove that it is separable. X space X is countably compact metric space ആണ്. അത് സെപ്പറബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്കറിയാം, സെപ്പറബിൾ ഉണ്ടെങ്കിൽ, സെപ്പറബിൾ ആണെന്ന് വേണമെങ്കിൽ കണ്ടെയ്ൻസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ്. കൗണ്ടബിൾ ഈ സ്പേസ് എക്സിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. കൗണ്ടബിൾ വേണം. കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഇനി ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ 0 റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫോർ എ പോസിറ്റീവ് റിയൽ നമ്പർ ആർ we use the second result of chapter 10, which is not in your syllabus. For a positive real number r, where x is a subset of x, which is maximal with respect to the property that every two distinct points of it are at least a distance small r apart. നമ്മൾ റിയൽ നമ്പർ r എടുത്താൽ എക്സിന്റെ ഒരു സബ്സെറ്റ് ഉണ്ട്. ആ സെറ്റ് മാക്സിമൽ ആണ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ദാറ്റ് എവരി ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഓഫ് ഇറ്റ് ആർ അറ്റ് ലീസ്റ്റ് എ ഡിസ്റ്റൻസ് r apart. അപ്പോൾ r greater than 0, if r greater than 0, there x is a r. ആ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ന് പറയാൻ വേണ്ടി അതവിടെയാ എക്സിന്റെ സബ്സെറ്റ് such that it is maximal with respect to the property that any two distinct points of it are at least a distance r apart എന്ന് നമ്മൾ ഈ പ്രോബ്ലം വഴി നമുക്ക് അസ്യൂം ചെയ്യാം. ആർ എടുത്താൽ ഇങ്ങനെ എ ആർ ഉണ്ട്. 1/2 എടുത്താൽ എ 1/2 ഉണ്ട്. 1/3 എടുത്താൽ അങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന് നമ്മൾ കൊടുക്കുന്ന പേര് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ആർ, 1/2ന് കറസ്പോണ്ടിങ് ആയിട്ട് എ 1/2, 1/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ 1/3. അങ്ങനെ വേണമെന്നില്ല. 0.325ന് കറസ്പോണ്ടിങ്, അതൊരു റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ 0.3215 എന്നൊരു നൊട്ടേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് കാണിക്കാൻ നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നൗ വി ക്ലെയിം ദാറ്റ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ ആർ ഫൈനൈറ്റ് ആണ് എന്നാണ്. എ ആർ ഫൈനൈറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഫൈനൈറ്റ് ആണെന്ന് ഉറപ്പിച്ചാൽ നമുക്ക് സെപ്പറബിൾ സ്പേസ് ആവേണ്ട കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. അത് പിന്നീട് വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി ക്ലെയിം ചെയ്യാൻ പോകുന്നത് എ ആർ ഫൈനൈറ്റ് ആണെന്ന്. അപ്പോൾ എ ആർ ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയത്തില്ല അല്ലെങ്കിൽ എന്നാ വരും എന്നുള്ള നമ്മുടെ ചോദ്യമില്ലേ. ഇഫ് എ ആർ ഫൈനൈറ്റ് അല്ലെങ്കിൽ നോട്ട് ഫൈനൈറ്റ്, അല്ലെ നോട്ട് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ, ഫൈനൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റ് ആണ്. ഇഫ് എ ആർ ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്നാ, കൗണ്ടബിളി കോമ്പാക്ട് മെട്രിക് സ്പേസിൽ T1 ആണ് കൗണ്ടബിൾ കോമ്പാക്ട്നെസ് ഇക്വലൻസ്. എവരി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ഹാസ് ആൻ അക്യുമുലേഷൻ പോയിന്റ്. എ ആർ ഇൻഫിനിറ്റ് ആണെങ്കിൽ, എ ആർ ഇൻഫിനിറ്റ് ആണ്, എ ആർ ഹാസ് ആൻ അക്യുമുലേഷൻ പോയിന്റ്. എ ആർ ഹാസ് ആൻ അക്യുമുലേഷൻ പോയിന്റ്. അക്യുമുലേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം. സേ എക്സ്. എ ആറിന് ഒരു അക്യുമുലേഷൻ പോയിന്റ് എക്സ് ഉണ്ട്.
എന്ന് ഇൻഫിനിറ്റ് ആണെങ്കിൽ, ഇഫ് എ ആർ ഇൻഫിനിറ്റ്, ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാ, ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായി ഇതിന്റെ കുഴപ്പമാണ് എ ആർ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കുമുലേഷൻ പോയിന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ, എവരി നെയ്ബർഹുഡ് ഓഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ആർ has an accumulation point x, or x is an accumulation point of this set AR. x ഈ സെറ്റിന്റെ അക്കുമുലേഷൻ പോയിന്റ് ആണ്. അതെങ്ങനെയാകുന്നത്, എക്സിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ഈ സെറ്റിലെ പോയിന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ അക്കുമുലേഷൻ പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുക, എക്സിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും. അപ്പം ഏത് നെയ്ബർഹുഡ് വേണേലും നമുക്ക് എടുക്കാം. നമ്മളുടെ ആവശ്യത്തിലേക്ക് അത് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന നെയ്ബർഹുഡ് x is an accumulation point, x accumulation point of AR implies every neighborhood of x, every neighborhood of x, x ആണ് accumulation point, contains എന്നാ, contains infinitely many points of ഏത് സെറ്റിന്റെ accumulation point ആണോ ആ സെറ്റിൽ, infinitely many points of, many points ഒന്നും രണ്ടും അല്ല ഒത്തിരി പോയിന്റ്, ഓഫ് ARന്റെ അക്കുമുലേഷൻ പോയിന്റ് ആണ് എവരി നെയ്ബർഹുഡ്. അപ്പോൾ ഒരു നെയ്ബർഹുഡ് ആണ് ഇത്, ബി മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സിന്റെ നെയ്ബർഹുഡ്, അപ്പോൾ എക്സിലുള്ള ഒരു ഓപ്പൺ, എക്സ് സെന്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ ഞാൻ പറയാണ്. അത് റേഡിയസ് ഇങ്ങനെ ഫിക്സ് ചെയ്യും. വേറെ റേഡിയസ് ഒക്കെ നമ്മുടെ ആവശ്യത്തിലേക്ക് ഉറപ്പിക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് BXR/2 എന്ന് വിളിക്കാം. BXR/2 ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്, തർക്കമില്ല, പറയേണ്ട കാര്യമില്ല. BXR/2 contains infinitely many points of AR, contains infinite number of points of AR, infinitely many points of AR. ARലെ infinite number of points എവിടെ ഉണ്ട്, BXR/2ലുണ്ട്. BXR/2 is an open ball. നിങ്ങൾക്കറിയാം BXR/2 ഓപ്പൺ ബോൾ ആണ്, സെന്റർ എക്സ് ആണ്, റേഡിയസ് എന്താ, ഓപ്പൺ ബോളിന്റെ സെന്റർ എക്സ് ആണ്, BXR/2 എന്ന് എഴുതിയേക്കുന്നത്, റേഡിയസ് R/2 ആണ്. അപ്പോൾ ഇവിടുന്ന് 2 പോയിന്റ് എടുത്താൽ BXR/2 2 പോയിന്റ്, ഇത് സെന്റർ ആണ്, വേറെ രണ്ടെണ്ണം എടുത്തു എന്ന് വിചാരിക്കുക. ഡി അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, BXR/2 എന്ന്, YZ എലമെന്റ് ഓഫ് ബി, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. BXR/2 ഇംപ്ലൈസ്, ഇത് പ്രൂഫിലൊന്നും എഴുതണ്ട. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാ, DYZ എന്ന് പറയുന്നത്, അത് ഓപ്പൺ ബോൾ വിത്ത് സെന്റർ എക്സ് ആൻഡ് റേഡിയസ്, സെന്റർ എക്സ് ആൻഡ് റേഡിയസ് R/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണെന്ന് വിചാരിക്കുക. സെന്റർ എക്സും റേഡിയസ് R/2 ഉള്ള ഓപ്പൺ ബോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ R/2. അപ്പോൾ ഇവിടുത്തെ 2 പോയിന്റ് എടുത്താൽ ഡിസ്റ്റൻസ് ഒന്ന് ഇവിടുന്നും ആകാം ഒന്ന് ഇവിടുന്നും ആകാം. ഡിസ്റ്റൻസ് ആ സൈഡിലേക്ക് R/2, ഇങ്ങോട്ടും R/2, എല്ലാ സൈഡിലേക്കും R/2. അപ്പോൾ ഇവിടുത്തെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആറിൽ താഴെ വരത്തുള്ളൂ, സ്ട്രിക്ട്ലി ലെസ് ദാൻ R/2 അല്ല, അതതിന്റെ റേഡിയസ് ഓപ്പൺ ബോളിന്റെ. അപ്പൊ ഈ സെറ്റിലെ ഏത് സെന്ററിൽ നിന്നല്ല ഇപ്പൊ മെഷർ ചെയ്യുന്നത്, ഈ സെറ്റിലെ ഏത് 2 പോയിന്റ് എടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് പറയാം. അതുകൊണ്ട് അതിന് എക്സ് എഴുതാത്തത്. ഈ BXR/2 ഏതോ 2 പോയിന്റ് ആണ്, YM Z, DYZ is less than R. Now AR contains, BXR/2 contains infinitely many points of AR. ARലെ ഒത്തിരി പോയിന്റ്സ് BXR/2ലുണ്ട്. ഇഫ് ഒത്തിരി പോയിന്റ്സ് ഉണ്ട്, അപ്പോൾ YM Z, if YZ infinitely many points of AR, element of AR also BXR/2ല് ARലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ YZ ARലെ ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം DYZ ഈസ് ലെസ് ദാൻ R. ARലെ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിൽ കുറവാണ്. AR എന്താ, any two distinct points of AR is at least at a distance R. ആറോ അതിൽ കൂടുതലോ, അതിൽ മാക്സിമലാണ്, അവിടെയുള്ള പോയിന്റ്സ് എല്ലാം ആറോ അതിൽ കൂടുതലോ ഡിസ്റ്റൻസിൽ ആണ് ഇരിക്കുക. അങ്ങനെയുള്ള പ്രോപ്പർട്ടി, അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും ആ സെറ്റ്, അങ്ങനെയുള്ള ഏത് 2 പോയിന്റ്സ് എടുത്താലും അതെല്ലാം ARലുണ്ട്. ഇപ്പൊ ARലെ കുറെ പോയിന്റ്സ് BXR/2ലുണ്ട്. BXR/2ലുള്ളതും ARലുള്ളതുമായ 2 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിൽ താഴെയാണ് എന്ന് വരും. അത് ARന്റെ ഡെഫിനിഷന് തന്നെ കോൺട്രഡിക്ഷൻ ആണ്. ARന്റെ ഡെഫിനിഷൻ any two points of AR, Y and Z are in BXR/2 and AR. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. BXR/2ൽ ARൽ ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ട് 2 എണ്ണമായിട്ട് YZ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിൽ താഴെയാണ്. ദാറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ടു
ഡെഫിനിഷൻ ഓഫ് എ ആർ. എ ആറിലെ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിലും കൂടുതലാണ്. അത്തരം പ്രോപ്പർട്ടിയിൽ മാക്സിമലാണ്. ഡിസ്റ്റൻസ് ആറോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ എ ആറിൽ 2 പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഡെഫിനിഷൻ ഓഫ് എ ആർ. കോൺട്രഡിക്ഷൻ എന്തുകൊണ്ട് വന്നു? എ ആർ ഇൻഫിനിറ്റ് ആകുമ്പോഴാണ് അക്കുമുലേഷൻ പോയിന്റ് ഉണ്ടാകുന്നത്. അക്കുമുലേഷൻ പോയിന്റ് ആകുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ. അപ്പോൾ നമ്മൾ എ ആർ ഇൻഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ഹെൻസ് എ ആർ ഈസ് ഫൈനൈറ്റ്. അതുകൊണ്ട് എ ആർ ഫൈനൈറ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എ ആർ ഫൈനൈറ്റ് ആണെങ്കിൽ എ ആറുകൾ ഉപയോഗിച്ച് നമ്മളൊരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് എക്സ് ഫോം ചെയ്യും. അതാണ് നമ്മളുടെ ഉദ്ദേശം. അതാണ് പ്രൂഫിന്റെ അടുത്ത പാർട്ട്. അപ്പോൾ പ്രൂഫിന് നമുക്ക് 3 റിസൾട്ടുകൾ ആവശ്യമുണ്ടായിരുന്നു. സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ സെപ്പറബിൾ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സെപ്പറബിളിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് വേണം. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ റിസൾട്ട് വെച്ച് കിട്ടുന്ന എ ആർ ഫൈനൈറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. എ ആർ ഫൈനൈറ്റ് ആണെന്ന് കിട്ടിയാൽ ഫൈനൈറ്റ് സെറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ യൂണിയനൊക്കെ പറയാൻ പോകുന്ന ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് എക്സ് ഫോം ചെയ്തെടുക്കും. അപ്പോൾ തിയറത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് ഇതാണ്. എ ആറുകൾ ഫൈനൈറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക.